ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ എവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ദേവയാനിയാണ്. അപ്പൊ ദേവയാനി ആണെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് കേട്ടോ. താൻ നയനെക്കുറിച്ച് ഏത് നേരവും കുറ്റം പറഞ്ഞതും ആദർശ് നയനെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ അവള് എന്റെ ശത്രുവാണെന്നും അവളെ എനിക്ക് ഈ ജന്മം കാണണ്ട എന്നും അവളെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടണമെന്നും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ആലോചിച്ച് ഭയങ്കര കരച്ചിലോട് കരച്ചില്. അപ്പോഴാണ് നമ്മുടെ ജയൻ അതിലേ വരുന്നത്. ജയൻ നോക്കിയപ്പോ ദേവയാനി നിന്ന് കരയുന്നു. ദേവയാനി നിന്ന് കരയുന്നത് കണ്ടത് ജയൻ വന്ന് ചോദിച്ചു, ദേവയാനി നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെ ഇതിന് മാത്രം ഏങ്ങലടിച്ച് കരയുന്നത് എന്ന് ചോദിച്ചപ്പം അത് പിന്നെ എനിക്ക് മനസ്സിലായി, നീ പറയണ്ട. നീ നിന്റെ മകനെ കുറിച്ച് ഓർത്തിട്ടും എന്നെ കുറിച്ച് ഓർത്തിട്ടും ഇവിടെ ഉള്ളവരെ കുറിച്ചൊക്കെ ഓർത്തിട്ടല്ലേ കരയുന്നത്. എല്ലാവരും നയനിയെ സ്നേഹിക്കുന്നുണ്ട്. ദേവയാനി, നീ ഒന്ന് മനസ്സിലാക്ക്. നിനക്ക് പണ്ട് മുതലേ പിടിവാശിയുള്ളതാ. നീ വിചാരിക്കുന്ന കാര്യങ്ങള് അത് നീ എങ്ങനെയെങ്കിലും നടത്തിയെടുക്കും. അതെനിക്ക് നന്നായിട്ട് അറിയാം. നീ പണ്ട് മുതലേ അങ്ങനെ തന്നെയാ. നിന്നെക്കുറിച്ച് നിന്റെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. ഇത്രയും നാളും ഞാൻ അതിനനുസരിച്ച് തന്നെയാ ജീവിച്ചത്, നിനക്കറിയാലോ. പിന്നെ ഇവിടെ നീ ഒരു ആവശ്യം പറഞ്ഞു. ആ ആവശ്യം ഞാൻ എങ്ങനെ നിനക്ക് നേടിത്തരും? നിനക്ക് കരള് തന്ന പെൺകുട്ടീനെ എങ്ങനെ കാട്ടിത്തരും? അതിന് ആ പെൺകുട്ടി സമ്മതിക്കണ്ടേ? അതല്ലേ നിന്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. നീ വിഷമിക്കേണ്ട ദേവയാനി, എല്ലാം ശരിയാകും. അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അതുപോലെ വേണ്ട, ഇനി പരിഹാരം ഒന്നും കാണണ്ട. ഇനി ഒരു പരിഹാരവും കാണണ്ട. ഇനിയിപ്പം ഞാൻ അതിന്റെ പേരിൽ നിങ്ങളെ ആരും ശല്യം ചെയ്യില്ല. അല്ല, നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നോ? അത് അത് പിന്നെ ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു. അല്ല, നിന്നെ ചികിത്സിച്ച ഡോക്ടറിനോട് ചോദിച്ചപ്പോഴത്തേക്ക് നീ അവിടെ ചെന്നില്ലെന്നാ പറഞ്ഞത്. പക്ഷെ അതിനു മുമ്പ് തന്നെ അവിടെ ചെന്നതായിട്ട് എനിക്ക് ചെറിയൊരു വിവരമൊക്കെ കിട്ടി. ഡോക്ടറെ കണ്ട വിവരം ആരോടും പറയരുത് എന്ന് നീ പറഞ്ഞു അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടായത്? ദേവയാനി, നീ ഒരു കാര്യം ഓർക്കണം. നിന്നെ സഹായിച്ച പെൺകുട്ടി ആരാണെന്ന് അറിയാൻ വേണ്ടി നീ ഒരു ഓട്ടപ്പാച്ചിലും നടത്തി. എന്നിട്ട് നിരാശയായിരുന്നു അല്ലേ ഫലം? നിനക്ക് ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. അതിന്റെ സങ്കടവും നിനക്കുണ്ട്. അതുപോലെ നിന്റെ മകനെ കുറിച്ച് ഓർത്തിട്ട്. അതെ, അത് തന്നെയാ. എന്റെ മകന്റെ ജീവിതം എന്നെ അലട്ടുന്നുണ്ട്. അവന് ആകെ സങ്കടത്തിലാ ഉള്ളത്. ആകെ സങ്കടത്തിലെന്ന് പറഞ്ഞാൽ അവന് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അവന്റെ സങ്കടത്തിലുള്ള പരിഹാരം നമ്മളെ മരുമകളാ. നിന്നെ വിഷമിപ്പിച്ച് ഒരിക്കലും ആദർശ് നയനമോളെ പോയി വിളിച്ചോണ്ട് വരില്ല. അത് നിനക്കറിയാലോ. അതുപോലെ നയനമോൾ ഇങ്ങോട്ട് വരികയുമില്ല. അവളും കുറച്ച് ആത്മാഭിമാനമുള്ള പെൺകുട്ടി തന്നെയാ. അവിടെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നിന്റെ കടമയാ. നയനമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ടതും നിന്റെ കടമ തന്നെയാ. നമുക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒന്നല്ലേ ഉള്ളൂ ദേവയാനി. പിന്നെ എന്തിനാ നീ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത്? അവന്റെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ നമ്മൾ അവന്റെ അച്ഛനും അമ്മയും അന്ന് പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? അത് നീ ഒന്ന് മനസ്സിലാക്ക്. അല്ല ചേട്ടാ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നീ വേറൊന്നും ചെയ്യണ്ട. നീ ആ മൊബൈലിലെടുത്ത് മരുമകളെ വിളിക്കണം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാൽ മാത്രം മതി. അവിടെ തിരുന്ന പ്രശ്നമേ ഉള്ളൂ. എല്ലാം നമ്മുടെ മകന് വേണ്ടിയെങ്കിലും നീ അതൊന്ന് നിനക്കതൊന്ന് ചെയ്യാൻ പറ്റില്ലേ? പിന്നെ അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് അവളെ കൊണ്ടുവിടുവോ? ആദർശ് അങ്ങോട്ട് പോയി കൊണ്ടുവരുവോ? എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. നിനക്ക് റിസ്ക് എടുക്കേണ്ട ഒരു കാര്യമില്ല. ഒരു ഫോൺ കോള്, അതിന്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ മോന്റെ സങ്കടം മാറാനായിട്ട്. പിന്നെ നിനക്ക് എന്തുകൊണ്ട് ഒരു ഫോൺ കോള് ചെയ്തുകൂടാ? ദേവയാനി, നീ ഇനി ചിന്തിക്ക്, നീ ആലോചിക്ക്. എന്നിട്ട് നീ നമ്മുടെ മകനെ മാത്രം ഫോക്കസ് ചെയ്യ. അവനെ മാത്രം ചിന്തിക്ക്. അവൻ നമ്മുടെ മകനാണ്. അവന്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകേണ്ട നമ്മുടെ ആവശ്യമാണ്. ദേവയാനി, ഒരു കുടുംബത്തിന്റെ താളം അത് നിലനിർത്തുന്നതൊക്കെ ഒരു പെൺകുട്ടി തന്നെയാ. കുടുംബത്തിലേക്ക് കയറി വരുന്ന പെൺകുട്ടികള്. നീയും അതുപോലെ തന്നെ ഇങ്ങനെ കയറി വന്നൊരു പെൺകുട്ടി ആയിരുന്നല്ലോ. അതിനുശേഷം കയറി വന്നതാണ് നമ്മുടെ മക്കളെ ഭാര്യമാര്. അപ്പൊ ഈ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാനുള്ളത് ഉള്ള അധികാരം നിനക്കുണ്ട്. പിന്നെ നമ്മുടെ മരുമക്കളിൽ ഏറ്റവും സ്വഭാവ ഗുണമുള്ളതാ നയനമോൾക്ക്. അതുപോലെ തന്നെ അച്ഛനും അമ്മയും നിന്നെക്കാളും തന്നെ ഈ വീട്ടിലെ മൂത്ത മരുമകളായ നിന്നെക്കാളും വലിയൊരു സ്ഥാനമാ നയനമോൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാ അച്ഛനും അമ്മയും നേരിട്ട് പോയി നയനമോൾക്ക് സ്വർണം കൊടുത്തത്. അല്ല, അവള് മടങ്ങി വരാനല്ല ആദർശേട്ട നല്ല സോറി ജയേട്ട സ്വർണം കൊടുത്തത്. അങ്ങനെ വേണം കരുതാനായിട്ട്. അവള് ഈ വീട്ടിൽ എന്ന് വേണമെന്ന് അച്ഛനും അമ്മയ്ക്കും തുടങ്ങിയിട്ട് കുറച്ചു നാളായി. അച്ഛനും അമ്മയും ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്.
അതുകൊണ്ട് നയനയുടെ കാര്യത്തില് നിന്റെ ഈ സമരം അവസാനിപ്പിക്കണം എന്നാ എനിക്ക് പറയാനുള്ളത്. സമരങ്ങളൊക്കെ അവസാനിപ്പിക്കുക, എന്നിട്ട് നമ്മുടെ മോന്റെ ജീവിതം നല്ല നല്ല രീതിയിൽ അവര് ജീവിക്കട്ടെ. നമ്മുടെ മോനെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നയനമോളെ നീ കൂട്ടിക്കൊണ്ട് വരണം, നീ വിളിക്കണം. അതിനി വാശിയൊന്നും നീ കാണിക്കരുത്. അല്ല, അവക്കറിയാമോ എനിക്ക് ആരാ കരള് ദാനം തന്നതെന്ന്? അത് അത് പിന്നെ ആദർശ നയനമോളോട് അതേപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. മറ്റാരും പറയാൻ ഇടയില്ല. ആ പെൺകുട്ടി ആരാണെന്ന് ഇനി മോളോട് നീ ചോദിക്കാൻ പോവുകയാണോ? ഹേയ്, ഇനി ഞാൻ ആരോടൊന്നും ചോദിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ. ഇനി ഈ കാര്യം ഞാൻ ഇവിടെ മിണ്ടില്ല. എനിക്ക് മനസ്സിലായി ഇനി ചോദിച്ചിട്ടും കാര്യമില്ല എന്ന്. പിന്നെ ഞാൻ എന്തിന് എല്ലാവരുടെയും പുറകെ നടന്ന് നാണം കെടണം? അതുകൊണ്ട് ആ ചാപ്റ്റർ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുക. ഞാൻ ആരോടും ചോദിക്കുന്നില്ല. അതെ, ഒരാൾ രംഗത്ത് വരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അയാളെ നമ്മൾ വെറുതെ ശല്യം ചെയ്യരുത്. അയാളുടെ പിന്നാലെ നമ്മൾ പോകരുത്. അയാളെ ഉപദ്രവിക്കരുത്. തന്നെ സഹായിച്ച പെൺകുട്ടി ആകെ ആവശ്യപ്പെട്ടത് അവളാണ് സഹായിച്ചത് എന്ന് ഈ ലോകത്തിനോട് വിളിച്ചു പറയരുത് എന്ന. അപ്പൊ പിന്നെ നമ്മൾ അതല്ലേ ചെയ്തു കൊടുക്കേണ്ടത്? അത് നമ്മൾ അനുസരിക്കല്ലേ ചെയ്യേണ്ടത്? അത് നമ്മൾ മാറ്റിക്കളഞ്ഞിട്ട് എന്തിനാ വെറുതെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നൊക്കെ പറയാ. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ദേവയാനി നിന്ന് കരയാണ് കേട്ടോ. സ്വന്തം മരുമകളാണ് അത് ചെയ്തതെന്ന് നമ്മുടെ ദേവയാനി അറിഞ്ഞു. പക്ഷെ പുറത്തു പറയാതെ നമ്മുടെ ദേവയാനി അത് മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വല്ലാത്ത വിഷമത്തിലാണ് നമ്മുടെ ദേവയാനി ഉള്ളത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മുത്തശ്ശനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ കാലുമേ കാലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുക. തൊട്ടടുത്ത് വസന്തരയും ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അനി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പം അനി വന്നതും നമ്മുടെ മുത്തച്ഛൻ പറഞ്ഞു, അത് പിന്നെ ഞാൻ നിന്നെ വിളിപ്പിച്ചതാണ് മോനെ. അല്ല, നിന്റെ പരിപാടി എന്താ? അത് പിന്നെ എനിക്ക് മനസ്സിലായില്ല. അല്ല, അനാമികയുടെ കാര്യമാ ചോദിച്ചത്. ദേവയാനിക്ക് നല്ല വിഷമമുണ്ട് നീ അവളെ വിളിച്ചോണ്ട് വരാത്തതില്. ദേവയാനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് വിഷമമുണ്ട്. നിങ്ങളുടെ ജീവിതം ഇങ്ങനെ തകരുന്നത് കാണുമ്പം ഞങ്ങൾക്കല്ലേ സങ്കടം വരുന്നത്. അനാമികയുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല മോനെ. അവൾ നയനയുടെ വീട്ടിൽ പോയി മോളെ പിടിച്ച് തല്ലിയതൊക്കെ അത് വലിയ തെറ്റായിപ്പോയി. അത് മാത്രമല്ലല്ലോ ചെയ്തത്. ഗുണ്ടകള് നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഞങ്ങൾ അന്ന് സമയത്ത് ചെന്നില്ലായിരുന്നെങ്കിൽ അവളെ കൊന്ന് കെട്ടിത്തൂക്കിയനെ കുറെ സാമൂഹ്യ വിരുദ്ധരെല്ലാവരും കൂടെ ചേർന്ന്. അതിന്റെ പിന്നില് അനാമികയും അനാമികയുടെ അച്ഛനാണെന്നുള്ള കാര്യം 100% ഉറപ്പിച്ചതാ. അല്ല മോനെ, അതിനെന്തെങ്കിലും തെളിവുണ്ടോ? അവക്കും അവളുടെ വീട്ടുകാർക്കും അല്ലാതെ മറ്റാർക്കും നന്ദുവിനോട് ശത്രുതയില്ലല്ലോ. അല്ല, നിന്റെ വല്യമ്മയ്ക്കോടുള്ള സങ്കടം അനാമിക വരാത്തതാണെങ്കിൽ നീ അതിനുള്ള പരിഹാരം കാണുമല്ലേ മോനെ ചെയ്യേണ്ടത്? അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് നന്നായിട്ട് മോൻ സ്നേഹിക്കാൻ നോക്കണം. ഈ അനന്തപുരി തറവാട്ടിലേക്ക് വന്നിട്ടുള്ള പെൺകുട്ടികളൊന്നും അധിക നാളും അവരുടെ വീട്ടിൽ പോയി നിന്നിട്ടില്ല. ഇനിയിപ്പം അഥവാ നിന്നാലും ആരും ബന്ധം പിരിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ ഒരു നാണക്കേട് മോനെ നീ ആയിട്ട് ഉണ്ടാക്കി വെക്കരുത്. അങ്ങനെ ഒരു നാണക്കേട് ഉണ്ടായാലേ അത് ഈ മുത്തച്ഛന് സഹിക്കില്ല. എല്ലാ ഓണത്തിനും ക്രിസ്മത്തിനും പെരുന്നാളിനും ഒക്കെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ അതുപോലെ വലിയ വലിയ നടന്മാരെ പോലെ ഫേമസ് ആണ് നമ്മുടെ കുടുംബത്തിലുള്ളവര്. അപ്പൊ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ നമ്മുടെ കുടുംബത്തിലെ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാല് അത് നാട്ടുകാരറിയും. നാട്ടുകാരറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് അതിന്റെ അപമാനം. അത് നീ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. മോൻ പോയി അനാമിക മോളെ കൂട്ടിക്കൊണ്ട് വരാന്. വെറുതെ എന്തിനാ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച് നമ്മുടെ ഇമേജ് തന്നെ കളയുന്നത്? അല്ല മുത്തശ്ശൻ എന്താ ഞാൻ ചെയ്യേണ്ടത്? അല്ല, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ. നീ പോയി അനാമിക മോളെ കൂട്ടിക്കൊണ്ടു വാ, അതാ ചെയ്യേണ്ടത്. ശരി, എനിക്ക് തീരെ താല്പര്യമൊന്നുമില്ല. എങ്കിലും മുത്തശ്ശനും മുത്തശ്ശിക്കും വല്യമ്മയ്ക്കൊക്കെ വേണ്ടി ഞാനിത് ചെയ്യാം. ഞാന് അനാമികേനെ വിളിച്ചോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും വസന്തര പറഞ്ഞു, അവൻ പോയി വിളിച്ചോണ്ട് വന്നാലും അവൾ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി പോവൂലോ, അതാ സങ്കടം. അവളൊരു പേരിന് വേണ്ടി മാത്രം അവനൊപ്പം ജീവിക്കാന്ന് എനിക്ക് തോന്നുന്ന വസന്തരെ. അല്ലാതെ ആ പെണ്ണ് ജീവിക്കാൻ വേണ്ടി ഒന്നും അല്ല വന്നത്. ആ പെണ്ണിന്റെ കയ്യിലും അതിന്റെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ കയ്യിൽ എന്തൊക്കെയോ കള്ളത്തരമുണ്ട്. ഒരു കാർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. ഞാനാ പറഞ്ഞ അത് അവരുടെ വീട്ടിൽ കൊണ്ടിട്ടോളാന്. അതിപ്പം അവിടെ ഇല്ലെന്നാ അനി പറയുന്നത്. എല്ലാം ഒരു ഷോ ആണോന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും നമ്മൾ അത് ഊതിപ്പെരിപ്പിക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെ ചെയ്താല് അത് അനിക്ക് അവളോടുള്ള വെറുപ്പ് കൂട്ടുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. നമ്മുടെ കൊച്ചുമക്കൾ എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിയണം. എനിക്ക് അത്രേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. അങ്ങനെയെങ്കിൽ അങ്ങനെ നടക്കട്ടെ വസന്തരെ എന്ന് മൂർത്തി മുത്തശ്ശനും പറയാണ്. ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ അനാമികയുടെ വീടാണ് കേട്ടോ. അങ്ങനെ രേവതി അവിടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ അനി വരികയാണ്. അപ്പൊ അനി വരുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം മകളെ കൂട്ടിക്കൊണ്ട് വരാനാ വന്നതെന്ന് മനസ്സിലായി. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി, ദേ ഇങ്ങ് വന്നേ, ഇങ്ങ് ആരാ വന്നിരിക്കുന്നതെന്നൊന്ന് നോക്കിക്കേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് വേണു വന്നിട്ട്, ഇതാരാ? ഞങ്ങളുടെ മരുമോനോ? കേറി വാ മരുമോനെ, കേറി വാ എന്നിങ്ങനെ പറയാണ്.
അപ്പോഴത്തേക്കും നമ്മുടെ അനി ഇങ്ങോട്ട് കയറി വരിക. അപ്പോഴത്തേക്കും വേണു ചോദിക്കും, എന്ത് പറ്റി, വഴി തെറ്റി വന്നതാണോ? അല്ല, ഇങ്ങോട്ടേക്ക് വന്നതാ. അവൾ എന്ത് ചെയ്യും? അവൾ ഇവിടെ ഇല്ലേ? ആ, അവൾ ഇവിടെ ഉണ്ട്, അവൾ ഇവിടെ തന്നെയുണ്ട്. അത് പിന്നെ ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാ. മുത്തശ്ശനും മുത്തശ്ശി വല്യമ്മയൊക്കെ പറഞ്ഞു അവളെ കൂട്ടിക്കൊണ്ട് ചെല്ലാന്. ഓഹോ, എന്ന് വെച്ചാല് അവര് പറഞ്ഞിട്ടാണ് വന്നതെന്നാണ് നമ്മുടെ മരുമോൻ പറയുന്നത്. ആ, അതെ അതെ. അല്ലാതെ എനിക്ക് സ്നേഹം ചെയ്തിട്ട് അവളെ വന്ന് വിളിക്കാനേ അവള് മലമറിക്കുന്ന കാര്യമൊന്നും ചെയ്തില്ലല്ലോ. എന്റെ മരുമോനെ, ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ മോള് ജീവിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും അവളുടെ കരണത്ത് പാട് വീണിട്ടില്ല. കരണത്ത് പോയിട്ട് അവളുടെ കയ്യിൽ പോലും ഞങ്ങളൊന്ന് തല്ലിയിട്ടില്ല. അതിന്റെ എല്ലാ കുറവും നിങ്ങളുടെ മകക്കുണ്ട്. എന്താ എന്താ നീ പറഞ്ഞത്? അതിന്റെ കുഴപ്പമുണ്ടെന്നോ? ആ, വഴക്കിടാനും തർക്കിക്കാനും അല്ല ഞാൻ വന്നത്. ഞാൻ വന്നത് നയന് അനാമികയെ കൊണ്ടുപോകാനാ. അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഒപ്പം വരാം. പിന്നെ എന്റെ ഒപ്പം വരാൻ കൈയും കാലും പിടിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ആ, എന്നാ പിന്നെ വിടണോ ഇല്ലയോന്നേ ഞങ്ങൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കണം എന്നിങ്ങനെ രേവതിയുടെ മുഖത്ത് നോക്കിയപ്പോ രേവതി കണ്ണടച്ചു കാണിച്ചു. അപ്പൊ വേണു പറഞ്ഞു, അല്ല, കല്യാണം കഴിഞ്ഞതോടെ ഞങ്ങളുടെ മോള് നിന്റെ ഭാര്യ ആയല്ലോ. എങ്കിൽ പിന്നെ അവളോട് തന്നെ ചോദിക്കാം നിന്നോടൊപ്പം വരുന്നോ ഇല്ലയോ എന്ന്. അതാണല്ലോ ചെയ്യേണ്ടത്. മോള് ദേ മോള് വരുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ നമ്മുടെ അനാമിക വന്നു കേട്ടോ. അപ്പൊ വേണു പറഞ്ഞു, അതെ, നിന്റെ കെട്ടിയോ നിന്നെ വിളിക്കാൻ വന്നതാ. ഓഹോ, ഇത് വലിയ അത്ഭുതമായി പോയല്ലോ. ഒന്ന് ഫോണിലൂടെ വിളിക്കാൻ മടിയുള്ള ആള് ഒരുപാട് ബുദ്ധിമുട്ടി ആയിരിക്കുമല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഇവന്റെ മുത്തച്ഛനും മുത്തശ്ശിയും ആ കരള് കേടായ വല്യമ്മയും കൂടെ പറഞ്ഞിട്ട് അതെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഇവ വന്നതെന്ന്. ആ, എനിക്ക് തോന്നി. അല്ലാതെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള വലിയ മനസ്സൊന്നും ഇവനില്ലെന്ന് എനിക്കറിയാലോ. അപ്പം നമ്മുടെ അനു ചോദിച്ചു, നീ പോരുന്നുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. അത് അത് പിന്നെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് നോക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതിനെ. അപ്പൊ രേവതി കണ്ണും കൊണ്ട് കാണിച്ചു, പോന്ന് കാണിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി സോറി, അനാമിക പറഞ്ഞു, ഇവന്റെ മുത്തശ്ശനും മുത്തശ്ശി മാത്രമല്ല വല്യമ്മ നിർബന്ധിച്ചു കാണും, അതായിരിക്കും ഇവൻ വന്നത്. ആ, അത് ശരിയാ. എന്നാ പിന്നെ ആരെ വേദനിപ്പിച്ചാലും നിന്റെ വല്യമ്മേനെ എനിക്ക് വേദനിപ്പിക്കാൻ പറ്റില്ല. അതേ മോളെ, ഒരിക്കലും വേദനിപ്പിക്കല്. അനിയുടെ വല്യമ്മ നിന്നെ സ്വന്തം മരുമകളായിട്ടാ കാണുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ, അതെ അതെ, സ്വന്തം മരുമകളെ പോലും തള്ളിക്കളഞ്ഞിട്ട് ദേ മോളെ നിന്നെയാ സ്നേഹിക്കുന്നത്. എന്നാ ഇവനോ നിന്നെ തള്ളിക്കളഞ്ഞിട്ട് അവളെയും അവളുടെ അനിയത്തെയുമാ സ്നേഹിക്കുന്നത്. നിന്റെ തലയ്ക്ക് നെല്ലിക്കാത്തളം വെക്കേണ്ട സമയം കഴിഞ്ഞ എന്റെ പൊന്നു മോനെ. അതെ, അച്ഛന്റെ മോളുടെ തലയ്ക്ക് നെല്ലിക്കാത്തളം വെച്ചാൽ മതി. എന്റെ തലയ്ക്ക് കൂടുതൽ വെക്കാൻ വേണ്ടി വരണ്ട. ഇവളുടെ തലയാ ഏത് നേരം ചൂട് പിടിച്ചോണ്ടിരിക്കുന്നത്, ഓരോ കാര്യം ആലോചിച്ച്. അപ്പൊ ഇവക്ക് കുറച്ച് നാടൻ മുട്ട പൊട്ടിച്ച് തലയിൽ ഒഴിച്ചാൽ ബുൾസൈ ആയിട്ടും എടുക്കാം. അപ്പൊ പിന്നെ നെല്ലിക്കാത്തളം തന്നെ നല്ലത്. അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക മറുപടി പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, വേണ്ട, മോളിപ്പൊ മറുപടി പറയുമൊന്നും വേണ്ട. ദേവയാനി ചേച്ചി അവിടെ കാത്തിരിക്കായിരിക്കും. മോള് പെട്ടെന്ന് ഒരുങ്ങിപ്പോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ അനി അവിടെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും വേണു പറഞ്ഞു, ഇതേ കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം. നീ പൊന്നുപോലെ നോക്കിയില്ലെങ്കിലും പൊന്നുരുക്കി അവളുടെ ദേഹത്തൊഴിക്കല്. അത് പിന്നെ അവളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. മകളുടെ കയ്യിലിരിപ്പ് നല്ലതാണെങ്കിൽ ഞാൻ പൊന്നു ഉരുക്കാൻ പോകൂല, ഒഴിക്കാനും പോകൂല എന്നിങ്ങനെ പറയാം. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയാൻ നമ്മുടെ ഗോവിന്ദനെയാണ് കേട്ടോ. അങ്ങനെ ഗോവിന്ദൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നന്ദു ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, വിഷുവിന് കുറെ ഓർഡറുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കനകദുർഗ പറഞ്ഞു, ഇനി ജോലി ഒന്നും ചെയ്യണ്ട എന്നല്ലേ മരുമകൾ വന്നത്. അങ്ങനെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇനി ഒരു പെങ്കൊച്ചും കൂടെ കെട്ടിച്ച് വിടാനില്ലേ? അത് ഓർത്ത് അച്ഛനും അമ്മയെ വിഷമിക്കണ്ട. ഞാൻ എന്നും അച്ഛന്റെ അമ്മയുടെയും കൂടെ കാണും. എനിക്കതാ ഇഷ്ടം. എന്ന് വെച്ച് ഞങ്ങൾക്ക് അതിനോടൊപ്പം നിൽക്കാനാണ് ഇഷ്ടം എന്നാണ് മോള് വിചാരിക്കുന്നത്. ഒരിക്കലും അതിനോടൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറയണം. ഈ സമയമാണ് നമ്മുടെ നന്ദാവനത്തിൽ ഒരു കാറ് വന്ന് നിൽക്കുകയും ആ കാറിനകത്ത് നമ്മുടെ ദേവയാനി വരികയും ചെയ്യുന്നത്. നമ്മുടെ കനക കണ്ടത് പേടിച്ചു പോയി. കനക, വരുന്നത് നമ്മുടെ ആദർശ് അമ്മയാണല്ലോ. ദൈവമേ, എന്തിനാണോ വരുന്നത്? ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കാനായിരിക്കും? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പറയാ. മനസ്സിലല്ല, അവരോട് ഇങ്ങനെ പറയോ, നന്ദുവിനോടും ഗോവിന്ദനോടും. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി അകത്തേക്ക് കയറി വന്നു കേട്ടോ. കയറി വന്നതും കനകദുർഗ, എന്താ ഒറ്റയ്ക്ക് വന്നത്? കേറി വന്നിരിക്കും. എന്താ, എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പാടില്ലേ? അല്ല, വയ്യാതെയൊക്കെ ഇരിക്കുമല്ലേ, അതാ ഞാൻ ചോദിച്ചത്. അതെ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ മോൾക്ക് എങ്ങനെയുണ്ട്? ഇത് കേട്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയിട്ടോ കനകയും ഗോവിന്ദനും ഒക്കെ. അപ്പൊ ഗോവിന്ദൻ പറഞ്ഞു, അതിന് മോൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പം എന്തോ ഒരു അവശത പോലെ അവക്ക് തോന്നിയിരുന്നു, അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. അന്ന് കനകയുടെ കൈ പിടിച്ചോണ്ടാണല്ലോ അവള് നടന്നത്, അതോ അത് അഭിനയമായിരുന്നോ? അത് അന്ന് മോക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു, പനി പിന്നെ ലോ പ്രഷറും ആയിരുന്നു. അതുകൊണ്ടാ ഞാന് മോളെ ഒന്ന് പിടിച്ചോണ്ട് നടന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ഒന്നും മിണ്ടിയില്ല. അപ്പം ഗോവിന്ദൻ പറഞ്ഞു, പിന്നെ അന്ന്
മലയ്ക്ക് പോയ ദിവസമല്ലായിരുന്നു അന്ന് മോൾ അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു, അതും കൊണ്ടാ കൊണ്ടുവന്നത്. അതെ, ഞാനും അമ്പലത്തിൽ വന്നത് വീട്ടിലുള്ളവർ മലയ്ക്ക് പോയത് കൊണ്ട് മാത്രമാ. പിന്നെ ഒരുപാട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഈ തവണ അയ്യപ്പ ദർശനത്തിന്. അതുകൊണ്ട് ദൈവത്തെ കണ്ടൊന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതി, അവരുടെ യാത്രയ്ക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാന്. അതാ ഞാൻ ക്ഷേത്രത്തിൽ വന്നതും പ്രാർത്ഥിച്ചതും ഒക്കെ. അല്ല, അവളെന്തി? അവളെ കാണുന്നില്ലല്ലോ അനന്തപുരിയിലെ മരുമകള്, അനന്തപുരിയിലെ രാജകുമാരി. അല്ല, ഇനി എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോയോ? ഹേയ്, ഇല്ലില്ല, ചേച്ചി അകത്തുണ്ട്, ചേച്ചി കുളിക്കുമായിരിക്കും. ഓ, നീരാട്ടൊക്കെ കഴിഞ്ഞോ? കുളിച്ച് ഇറങ്ങി, ഞാൻ പോയി വിളിക്കാം. വേണ്ട വേണ്ട, നീ പോയി വിളിക്കുമൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് പോയി അവളെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അകത്തേക്ക് പോവാണ് കേട്ടോ. അതിനു മുമ്പ് പറഞ്ഞു, ഇനിയിപ്പം മരുമകളെ ഇങ്ങോട്ട് വന്ന് കാണുന്നത് അവക്ക് ചിലപ്പോൾ കുറച്ചിലായിരിക്കും. ഏയ്, മരുമകൾ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. അവക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ, ആദർശ് മോന്റെ അമ്മ വിളിക്കണമെന്ന്. ആ ഒരു പ്രാർത്ഥനയില എന്റെ മോൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അവളുടെ പ്രാർത്ഥനകൾ പല രീതിയിലും ഫലിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അവള് ദൈവത്തിനെയും അങ്ങോട്ട് പ്രീതിപ്പെടുത്തുവാണല്ലോ, എല്ലാവരെയും സോപ്പിടുന്ന പോലെ. എനിക്ക് അവളെയാ കാണേണ്ടത് എന്നും പറഞ്ഞ് നേരെ റൂമിലേക്ക് പോകുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി. ഇവർക്കൊക്കെ ഒരു അതിശയമായി പോയി. അതുമല്ല, എന്തിനാ വന്നതെന്നും അറിയില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ കനക പറഞ്ഞു, അല്ല, ആ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം എന്താ ഗോവിന്ദേട്ടാ? ഇനി ബന്ധം വല്ലതും ഒഴിയണമെന്നായിരിക്കുവോ കനകെ? ഹേ, അങ്ങനെ പറയുവോ? മട്ടും ഭാവവും കണ്ടിട്ട് ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് വരരുതെന്ന് പറയാൻ പോയ പോലെ എനിക്ക് തോന്നുന്നത്. ഓ, എന്റെ മോള് ചുമ്മാ വിഷമിക്കൂലോ എന്ന് ഓർത്തിട്ടാ കനകം എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി നേരെ നയനയുടെ റൂമിനകത്തേക്ക് ചെന്നു. നയന അവിടെ മുടി ഇങ്ങനെ ഇരുന്നതും പെട്ടെന്ന് നമ്മുടെ ദേവയാനിനെ കണ്ടതും, ഇതാര്, അമ്മയോ എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ നോക്കാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ആണെങ്കിൽ നയനെ നോക്കുന്നത് എന്നും നോക്കുന്ന പോലെ അല്ല കേട്ടോ. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക, ഒരു കാരണവശാലും എന്റെ ഉള്ളിലെ സ്നേഹം ഇവള് തിരിച്ചറിയരുത്, അങ്ങനെ തിരിച്ചറിയാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാ. മനസ്സിൽ വിചാരിച്ചിട്ട് പറയാ, എന്റെ മകന് 1.5 വയസ്സുള്ളപ്പോ മുതൽ അസുഖക്കാരനായിരുന്നു. അന്ന് മുതൽ അവന് വേണ്ടി മാത്രം ഞാൻ ജീവിക്കുന്നത്, അവന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു അമ്മയാ ഞാൻ. അതുകൊണ്ട് രണ്ടാമതൊരു കുട്ടി വേണ്ട എന്ന് ഞാൻ വെച്ചതും. അത് പിന്നെ ഇതൊക്കെ എനിക്ക് അറിയാലോ അമ്മേ, പിന്നെ എന്തിനാ ഇത് വീണ്ടും വീണ്ടും പറയുന്നേ? വേണ്ട, പറഞ്ഞതൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയൊന്നും അല്ല ഞാൻ വന്നത്. അങ്ങനെയുള്ള എന്റെ മകൻ ഇപ്പം ഉറക്കമില്ല. നിനക്കറിയാമോ, അവൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നോ? അവൻ രാത്രിയിൽ ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അവന്റെ മനസ്സാകെ പെടഞ്ഞിരിക്കുക. ഞാൻ ഹോസ്പിറ്റലിലായപ്പം ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ആരാന്നറിയാമോ? എന്റെ മോന. അങ്ങനെയുള്ള അവന്റെ കണ്ണീര് ഞാൻ കണ്ടേ പറ്റൂ. അങ്ങനെ കാണാതിരുന്നാലേ ശരിയാവില്ല. മക്കളുടെ കാര്യത്തില് ഈ ലോകത്തിലുള്ള എല്ലാ അമ്മമാരും സ്വാർത്ഥര് തന്നെയാ. അത് മനുഷ്യരായാലും മൃഗമായാലും ഒരുപോലെ തന്നെയാ. അതുകൊണ്ടാ ഞാനിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത്. മക്കളെ സ്നേഹിക്കുന്നത് പോലെ മരുമക്കളെ സ്നേഹിച്ചാൽ എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയെങ്കിലേ കുടുംബത്തിനകത്ത് വലിയ വലിയ വഴക്കൊക്കെ ഒഴിവാക്കാൻ കഴിയുമായിരിക്കാം. അങ്ങനെ പറയാറുമുണ്ട് എല്ലാവരും. എന്നാലേ ഒരമ്മയ്ക്കും അതിന് സാധിക്കില്ല. സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കാൻ വേറെ ആരെ സ്നേഹിക്കാനും കഴിയില്ല. നാളെ മക്കള് മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കുമോ എന്ന് പറയാൻ പറ്റില്ല, അത് ശരിയാണ്. പക്ഷെ അവർക്കോ മക്കളെ സ്നേഹിച്ചേ പറ്റൂ. അങ്ങനെയാ മാതാപിതാക്കള് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയേ പറ്റൂ. മാതാപിതാക്കളുടെ നെഞ്ചിലെ പെടച്ചില് അതറിയണമെങ്കിലേ നിങ്ങളൊക്കെ ഒരു അമ്മയാകണം. പിന്നെ എന്റെ മകൻ ഒരിക്കലും എന്നെ തള്ളി പറയില്ല എന്നറിയാം. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. നീ കാണുന്നില്ലേ അവന് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത്? പിന്നെ ആദർശിന്റെ മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ അവരുടെ മക്കൾ കാണിക്കുന്ന സ്നേഹവും നിനക്കറിയാലോ. അന്യ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, ആ വീട്ടിന് സ്വന്തം വീടായിട്ട് കരുതണമെങ്കിൽ അതിനുള്ള സംസ്കാരം അവളുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടണം. അങ്ങനെയുള്ളൊരു പെൺകുട്ടിക്ക് മാത്രമേ ഒരു കുടുംബത്തെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ, ആ കുടുംബത്തെ നോക്കാൻ കഴിയുകയുള്ളൂ. അല്ലമ്മേ, അമ്മ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ വീട്ടിൽ വന്നതിന് ശേഷം അവിടെയുള്ള താല്പര്യങ്ങൾ അവിടെയുള്ളവരുടെ താല്പര്യങ്ങൾ അനുസരിച്ചാണല്ലോ ഞാൻ മുന്നോട്ടേക്ക് ജീവിച്ചത്. ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. അതവിടെ വന്നതിന് ശേഷവും അതിനു മുമ്പും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നീ നിന്റെ മഹത്വം ഒന്നും വാഴ്ത്തി പാടണ്ട. അത് കേൾക്കാനൊന്നും അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല. എന്റെ മോനെ സങ്കടപ്പെടുത്താൻ പറ്റില്ലെന്ന് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, അതിന് ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്? അവന്റെ ഇപ്പോഴത്തെ വിഷമം മാറാനുള്ള മരുന്ന് നീ മാത്രമേ ഉള്ളൂ ആ മരുന്നായിട്ട്. അതുകൊണ്ട് എന്റെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് നിന്നെ വിളിച്ചോണ്ട് വരണമെന്ന് അവൻ നിർബന്ധിച്ചു പറയുന്നൊന്നുമില്ല. പക്ഷേ അതിനുവേണ്ടി അവൻ വാശിയും പിടിക്കുന്നില്ല. ഒരമ്മ എന്ന നിലയില് അവരുടെ മനസ്സ് എനിക്ക് കണ്ടല്ലേ പറ്റൂ, അവരുടെ വേദന എനിക്ക് അറിഞ്ഞല്ലേ പറ്റൂ. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് ഇനി അവനെയും
ഇനി അവനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി നീ അങ്ങോട്ടേക്ക് വരണം, എന്റെ ഒപ്പം അനന്തപുരി തറവാട്ടിലേക്ക് ഈ നിമിഷം തന്നെ എന്റെ കൂടെ തന്നെ വരണം. ഇത് കേട്ടത് നമ്മുടെ നയനെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പം ദേവിനി ചോദിച്ചു, അല്ല നിനക്ക് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ ഇല്ലമ്മേ, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. നിനക്ക് ജയിക്കണം, ഞാൻ തല താഴ്ത്തി വന്ന് നിന്നെ വിളിക്കണം, അതായിരുന്നല്ലോ നിന്റെ ആഗ്രഹം. ആ ആഗ്രഹം സാധിച്ചല്ലോ, ആഗ്രഹം നീ നേടിയെടുത്തല്ലോ. ഇനി നിനക്ക് എന്റെ ഒപ്പം വന്നൂടെ? അതോ ഇനി അതിനും ബുദ്ധിമുട്ടുണ്ടോ? അല്ലോ ഇനിയിപ്പൊ അതിനു വേണ്ടി ഞാൻ നിന്റെ കാല് പിടിക്കണോ? അങ്ങനെ പിടിക്കണമെങ്കിൽ ഓക്കെ, പിടിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ നയനം ഞെട്ടിപ്പോവാണ് കേട്ടോ. സത്യത്തിൽ നയനിക്ക് സങ്കടം വന്നു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുവേ. അങ്ങനെ നയനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സീന് കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ നയനെയോ അനന്തപുരി തറവാട്ടിലെ ആരുമോ അറിയാതെയാണ് നമ്മുടെ ദേവയാനിയുടെ കള്ളക്കളി ഇനി മുതൽ അങ്ങോട്ടേക്ക്. അപ്പൊ ഏതെങ്കിലും കാത്തിരുന്ന് തന്നെ കാണാല്ലേ. അപ്പൊ ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.